കണ്ണാന്തളി പൂക്കൾ തേടി കൂടല്ലൂരിലേക്ക് പോയ കാലമേ വിട. MD എന്ന ദ്വയാക്ഷരത്താൽ മലയാള സാഹിത്യത്തെ നിർവചിച്ച സർഗപ്രതിഭയ്ക്ക് ആദരവോടെ യാത്രാമൊഴി. മലയാള സാഹിത്യം MD എന്ന രണ്ടക്ഷരത്തിന് പിന്നാലെ വലം വെച്ച ഒരു കാലം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് സുബീഷിന് MD ഓർത്തെടുക്കാനാവുന്നത്? കാരണം MD കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല സാഹിത്യത്തിൽ. അതായത് ചെറുകഥ മുതൽ നോവൽ വരെ, കുട്ടികൾക്കുള്ള സാഹിത്യം മുതൽ വലിയ യാത്രാവിവരണങ്ങളും ലേഖനങ്ങളും വരെ, നാടകം മുതൽ വലിയ സിനിമകൾ വരെ, അതായത് ജ്ഞാനപീഠം, പത്മഭൂഷൺ തുടങ്ങി വലിയ പുരസ്കാരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവത്തില്ല. അങ്ങനെ ഒരു വലിയ സർഗപ്രതിഭയാണ് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് MD എന്ന എഴുത്തുകാരനെ സുബീഷിന് വായനയിൽ നിന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ഷാനോസ് പറഞ്ഞത് ശരിയാണ്. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അനേകം തലമുറകളെ ഇതുപോലെ ആഴത്തിൽ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ കമൽഹാസൻ്റെ ഓഡിയോ നമ്മൾ കേട്ടല്ലോ. കമൽഹാസൻ പറഞ്ഞത് MT സാറിന് വിട പറയാനാകില്ല എന്നാണ്. കാരണം MT സാറിൻ്റെ സാഹിത്യം, തൻ്റെ സാഹിത്യം അത് നമുക്കൊപ്പവും തലമുറകൾക്ക് ശേഷവും നമുക്ക് ശേഷവും അത് MT സാറിൻ്റെ സാഹിത്യം ഉണ്ടായിരിക്കും. അത് കാലത്തെ അതിജീവിച്ചുകൊണ്ട് യാത്ര തുടരും. നമ്മൾ യാത്രാമൊഴിയേകുക അല്ലെങ്കിൽ വിട പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണക്കാർക്കല്ലേ. MT സാർ അങ്ങനെയുള്ള ആളല്ലല്ലോ. അതുകൊണ്ട് സാർ ക്ഷമിക്കൂ, എനിക്ക് വിട പറയാനാകില്ല എന്നാണല്ലോ കമൽഹാസൻ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോൾ നോക്കൂ, 8 നോവലുകൾ, 19 കഥാസമാഹാരങ്ങൾ ഉണ്ട്, തിരഞ്ഞെടുത്ത കഥകൾ വേറെയുണ്ട്, 4 ബാലസാഹിത്യ കൃതികളുണ്ട്, 3 സാഹിത്യ പഠനങ്ങളുണ്ട്, ലേഖന സമാഹാരങ്ങൾ വേറെ, പിന്നെ സമാഹരിക്കപ്പെടാത്ത കഥകളുമുണ്ട്, തിരക്കഥകൾ, ഏകദേശം 69ഓളം തിരക്കഥകൾ MT എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷാനോസ് പറഞ്ഞതുപോലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ലിറ്ററേച്ചർ എന്നുള്ള തലത്തിൽ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നിട്ടുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വമായിരുന്നു MTയുടേത്. പുന്നിയൂർക്കുളത്ത് നിലാവാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ നിലാവ് എന്നെഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് MT. പുന്നിയൂർക്കുളത്തായിരുന്നു MTയുടെ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ പേര് T നാരായണൻ നായർ എന്നാണ്. അമ്മാളു അമ്മ. 1933 ജൂലൈ 15 പുന്നിയൂർക്കുളത്ത് T നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ജനിക്കുന്നത്. പുന്നിയൂർക്കുളം നമുക്കറിയാമല്ലോ, മാധവിക്കുട്ടിയുടെ പുന്നിയൂർക്കുളമാണ്, നാലപ്പാട്ട് നാരായണൻ മേനോൻ്റെ പുന്നിയൂർക്കുളമാണ്, ബാലാമണി അമ്മയുടെ പുന്നിയൂർക്കുളമാണ്. ഈ പുന്നിയൂർക്കുളത്ത് നിന്നും എൻ്റെ വീട്ടിലേക്ക് 5-6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയാണ് പുന്നിയൂർക്കുളം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ഇപ്പോൾ ഞാൻ പുന്നിയൂർക്കുളത്തിനടുത്തുള്ള ഞമനേങ്ങാട് എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്, അവിടെയുള്ള 500 ഗ്രാമീണ വായനശാലയിൽ നിന്നും ആദ്യമായി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിക്കാനെടുത്ത പുസ്തകത്തിൻ്റെ പേര്, അത് തീർച്ചയായും അത് MTയുടെ പുസ്തകമായിരുന്നില്ല. എൻ്റെ ഒരു സമപ്രായക്കാരായ വായിച്ചു വളർന്ന ഒരു തലമുറയൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഡിറ്റക്റ്റീവ് നോവലുകളാണ് ആദ്യം നമ്മൾ അതിൽ നിന്നാണ് വായന ആരംഭിക്കുക. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ 500 ഗ്രാമീണ വായനശാലയിൽ അംഗത്വമെടുക്കുന്നു. ആദ്യമെടുത്ത പുസ്തകം കോട്ടയം പുഷ്പനാഥിൻ്റെ പാരലൽ റോഡ് എന്ന പുസ്തകമാണ്. അതിൽ നിന്നാണ് വായന തുടങ്ങുന്നത്. പിന്നീട് മുട്ടത്ത് വർക്കിയിലേക്ക് വരുന്നു. പിന്നീട് ആണ് MTയിലേക്ക് കടക്കുന്നത്. MTയുടെ 4 കെട്ട് എന്ന പുസ്തകമാണ് ആദ്യം വായിക്കുന്നത്. നമ്മളൊക്കെ ഉൾപ്പെട്ട ഒരു തലമുറയെ ഏകാന്തതയിലേക്ക്, ഭീകരമായ ഏകാന്തതയിലേക്ക് തള്ളിയിട്ടതിൽ വലിയ ഉത്തരവാദിത്വമുള്ള എഴുത്തുകാരൻ കൂടിയാണ് MTയുടെ കൃതികൾ വായിച്ചാണ് നമ്മൾ ഏകാന്തതയുടെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കുന്നത്. അത് കൂടുതലായും 4 കെട്ടിലെ അപ്പുണ്ണിയെ വായിച്ചാണ്, അതിനേക്കാൾ കൂടുതലായി കാലത്തിലെ സേതുവിനെ വായിച്ചാണ്. സേതുവിനോട് സുമിത്ര ഒരിക്കൽ പറയുന്നുണ്ട്, സേതു ഒരാളെ മാത്രമേ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ. സേതു ഏറ്റവും കൂടുതൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് സേതുവിനെ മാത്രമാണ്. അപ്പോൾ സുമിത്ര സേതുവിനോട് പറയുന്നതാണ്. അത് വായിച്ച് അനുഭവപ്പെട്ട ആ ഒരു നീറ്റൽ ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്.
സേതുവിനെ വായിച്ചാണ് ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ അത് എം ടി ഉള്ളിൽ അനുഭവിച്ച ഏകാന്തതയുടെ ഒരു ആത്മഭാരമുണ്ടല്ലോ, അത് എം ടിക്ക് സഹിക്കാനാകാതെ എം ടി എഴുത്തിൽ കുത്തി നിറയ്ക്കുകയാണ് ഉണ്ടായത്. എം ടി അത് ഇപ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ദുഃഖം വരുമ്പോൾ, വിഷാദം വരുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുമായി സംസാരിക്കുമല്ലോ, അത് ഷെയർ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മളോട് പറയുമല്ലോ, ഷെയർ ചെയ്യുമ്പോൾ അത് ആ ഭാരമൊന്ന് കുറയും, ഒന്ന് വിങ്ങിപ്പൊട്ടിയാൽ അത് ഇല്ലാതാകും, ഒരു മഴ പെയ്തു തോരുന്ന പോലെ ഇല്ലാതാകുമെന്ന്. അങ്ങനെ എം ടി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഉള്ളിൽ കൊണ്ട് നടന്ന ആ ഒരു വിഷാദത്തിൻ്റെ ഭാരം, ആ ദുഃഖത്തിൻ്റെ ഭാരം, ആ ഏകാന്തതയുടെ ഭാരം എഴുതി വായനക്കാരിലേക്ക്, മലയാളികളിലേക്ക് പകരുകയാണ്, ഒഴിച്ചു പകരുകയാണ് എം ടി എന്നുള്ള എഴുത്തുകാരൻ ചെയ്തത്. നമ്മളിത് വായിച്ച് അതിനേക്കാൾ വലിയ ഒരു വിഷാദത്തിന് അടിമപ്പെടുകയും നമ്മൾ ഈ കടുത്ത ഏകാന്തതയെ, നമ്മുടെ ഏകാന്തതയിലാണല്ലോ നമ്മൾ കുത്തിയിരുന്ന് നാലുകെട്ടും കാലവും അസുരവിത്തുമൊക്കെ വായിക്കുന്നത്, കൂടുതൽ ഭീകരമായ ഒരു ഏകാന്തതയിലേക്ക്, ഒരു സെൽ ജീവിതത്തിലേക്ക് അത് നമ്മെ തള്ളി നീക്കുകയും നമ്മൾ വൈകുന്നേരങ്ങളിൽ വീട് വിട്ടിറങ്ങുകയും ഏതെങ്കിലും ഒരു പാടവരമ്പത്ത് പോയിരുന്ന് കാലത്തിലെ സേതുവിനെ പോലെ മുറിവീടി വലിച്ചിരുന്ന് ഖസാക്കിലെ രവിയെപ്പോലെ അസ്തിത്വ ദുഃഖം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അലഞ്ഞു നടക്കുകയായിരുന്നു ആ ഒരു കാലം. ആ കാലം ഇനി മലയാള സാഹിത്യത്തിലേക്ക് തിരിച്ചു വരില്ല. എല്ലാ തലമുറകൾക്കും, ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറയിൽ, നമ്മുടെയൊക്കെ തലമുറയിൽ ആ കാലത്ത് തന്നെയാണ് ഞാൻ ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുന്നത്. പക്ഷേ എനിക്കത് വായിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആ കാലത്ത് തന്നെയാണ് ഏകദേശം മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ വായിക്കുന്നത്. അത് തുടർച്ചയായി 2 തവണയും വായന ആരംഭിക്കുകയും ഇടയ്ക്ക് വെച്ച് വായന അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു. കാരണം അത് കുറച്ചൊക്കെ സങ്കീർണമാണ്, കുറച്ചൊക്കെ ദുർഗ്രഹമാണ്. ഇപ്പോൾ മരുഭൂമിയിലൂടെ അലയാൻ വിധിക്കപ്പെടുമ്പോഴും നിളയുടെ ആർദ്രത ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് മലയാളികൾ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ആർദ്രത വായിക്കാൻ ഇഷ്ടപ്പെടുകയും ജീവിതത്തിലും അത് വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണല്ലോ. ആ സമയത്ത് മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വായിച്ച് അവസാനിപ്പിക്കാനായില്ല. പിന്നീട് അത് വായിച്ച് തീർത്തപ്പോൾ എനിക്ക് തോന്നിയത് കുന്തൻ റൂത്തിനെ ഒന്ന് ചുംബിച്ചിരുന്നെങ്കിൽ എന്നാണ്. കാരണം ആ രീതിയിലായിരുന്നു മലയാളിയുടെ അക്കാലത്തെ വായന. അതിൽ ചുംബനം ഒഴികെയുള്ള മറ്റെല്ലാം ഉണ്ട്. മരുഭൂമിയാണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതമാണ്. പക്ഷെ പിന്നീട് വായിച്ചപ്പോൾ എനിക്ക് എം ടിയുടെ നോവലുകളേക്കാൾ, കാലത്തേക്കാൾ, അസുരവിത്തിനേക്കാൾ, നാലുകെട്ടിനേക്കാൾ ഒക്കെ മികച്ച കൃതിയായി തോന്നിയത് ഗോവർദ്ധനൻ്റെ യാത്രകളും മരുഭൂമികൾ ഉണ്ടാകുന്നതും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് നമുക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് എം ടിയുടെ പുസ്തകമാണ്. പക്ഷേ ഇന്നും ചിലപ്പോൾ നാം മഞ്ഞെടുത്ത് വായിക്കുന്നു, ഇന്നും ചിലപ്പോൾ നമ്മൾ കാലമെടുത്ത് വായിക്കുന്നു, ഇന്നും ചിലപ്പോൾ നമ്മൾ 2-ാം ഊഴം എടുത്ത് വായിക്കുന്നു. എം ടിയുടെ എല്ലാ കൃതികൾക്കും അങ്ങനെ ഒരു സവിശേഷ ഗുണം ഉണ്ടാകണം എന്നില്ല. നാലുകെട്ട് ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഏകാന്തത അതേ ആഴത്തിൽ, അതേ തീവ്രതയിൽ ഫീൽ ചെയ്യപ്പെടണം എന്നില്ല. പക്ഷേ 2-ാം ഊഴം വായിക്കുമ്പോൾ നമ്മളെ അത് വീണ്ടും പിടിച്ചുലയ്ക്കും. മഞ്ഞ് വായിക്കുമ്പോൾ നാം വീണ്ടും ഏതെങ്കിലും ഒരു തടാകക്കരയിൽ പോയിരുന്ന് എന്നോ തിരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് വീണ്ടും തുടരാൻ നമ്മൾ നിർബന്ധിതരാകും. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മെ വിട്ടുപോയി, അയാൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിപ്പ് തുടരാൻ നമുക്ക് മഞ്ഞിലെ വിമലയെപ്പോലെ ആകാനൊക്കെ നമ്മൾ കുതിച്ചു പോവും. 2-ാം ഊഴം ഇന്ന് നമ്മൾ വായിക്കും. കാരണം ഭീമസേനൻ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാറ്റി നിർത്തപ്പെടാൻ, തിരസ്കരിക്കപ്പെടാനൊക്കെ വിധിക്കപ്പെട്ട ആളുകളാണ്. 2-ാം ഊഴത്തിൽ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ യാത്രക്കിടയിൽ, മഹാപ്രസ്ഥാനം ഒരു അനന്തമായ യാത്രയാണല്ലോ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പിന്നിട്ടു, ഇനി മരണത്തിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്രക്കിടയിൽ ആ യാത്ര തുടരണം, നിന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് വാനപ്രസ്ഥത്തിൻ്റെ, മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമം. അവിടെ ദ്രൗപദി വീണു പോകുന്നുണ്ട്. ദ്രൗപദി വീണു എന്ന് തന്നെ മുറിച്ച് തന്നെ കടന്നുപോയ അർജുനനോട് ഭീമസേനൻ പറയുന്നുണ്ട്. വളരെ കൂളായിട്ട് അർജുനൻ പാസ് ചെയ്യുന്നു. അപ്പോഴാണ് ഭീമസേനൻ പറയുന്നത് ദ്രൗപദി വീണുപോയി എന്ന്. അർജുനൻ അവിടെ നിൽക്കുന്നില്ല. അർജുനൻ മഹാപ്രസ്ഥാനത്തിൻ്റെ ആ നിയമാവലി കൃത്യമായി അനുസരിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. യുധിഷ്ഠിരൻ ആദ്യമേ നിന്നില്ല, പിന്നീട് വന്നവരോടും നകുലനോടും പറയുന്നുണ്ട് ദ്രൗപദി വീണു എന്ന് ഭീമസേനൻ പറയുന്നുണ്ട്. ഭീമൻ അവിടെ നിൽക്കുകയാണ്, പക്ഷേ നകുലനും നിൽക്കുന്നില്ല. പക്ഷെ ഉറപ്പായിരുന്നു ഭീമസേനന്, ആ ഉറപ്പ് നകുലൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം
വരുന്നത് സഹദേവനാണ്. സഹദേവൻ ദ്രൗപദിയെ ചുമന്നല്ലാതെ തന്നെ കടന്നു പോകില്ല എന്ന ഉറപ്പ് ഭീമസേനൻ ഉണ്ടായിരുന്നു. ഭീമസേനൻ അവിടെ കാത്തു നിൽക്കുകയാണ്. കാരണം ഭീമസേനൻ പിന്മാറാൻ പാടില്ല, പിന്തിരിഞ്ഞ് പോകാൻ പാടില്ല. അത് മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമമാണ്. അപ്പോൾ സഹദേവൻ വരുമ്പോൾ സഹദേവൻ ഈ വീണ് കിടക്കുന്ന ദ്രൗപദിയെ കാണും. ദ്രൗപദിയെ ചുമലിലേറ്റിക്കൊണ്ട് സഹദേവൻ തന്നെ കടന്ന് പോകും എന്നാണ് ഭീമസേനൻ കരുതിയത്. പക്ഷേ സഹദേവനും വീണ് കിടക്കുന്ന ദ്രൗപദിയെ താങ്ങിയെടുക്കാൻ തയ്യാറാകാതെ ഭീമസേനനെയും കടന്നു പോവുകയാണ്. എന്നിട്ടാണ് ഭീമസേനൻ മഹാപ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ നിയമാവലിയും തെറ്റിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുകയും ഇതാ ഇവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപദിയുടെ അടുക്കൽ നിന്നുകൊണ്ട് അവളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നത്. അതാണ് ഭീമസേനൻ. ആ ഭീമസേനൻ നിരാശ്രയനായി പോകുന്ന ഒരു മുഹൂർത്തം കൂടിയുണ്ട്. അതായത് ഈ കല്യാണ സൗഗന്ധികം പൂ തേടി പോകുന്നതും പിന്നീട് അത് കൊണ്ടുവന്ന് കൊടുക്കുന്നതുമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. അവൾ പൊയ്കയുടെ മനോഹാരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി. ഭീമസേനൻ അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്ന് മണത്തു നോക്കുക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നേരെ നീട്ടി എന്നാണ് എഴുതുന്നത് MT. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ നിമിഷത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകില്ലേ? കഥ മഹാഭാരതമാണ്, പശ്ചാത്തലം മഹാപ്രസ്ഥാനമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ജീവിതത്തിൽ ഇതുപോലെ തിരസ്കരിക്കപ്പെട്ട ഒരു നിമിഷം, ആ നിമിഷത്തിലൂടെ ആ മാത്രയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടില്ലേ? അതുകൊണ്ട് രണ്ടാം മൂഴം നിൽക്കും, അതുപോലെ തന്നെ കാലം നിൽക്കും, അതുപോലെ തന്നെ മഞ്ഞ് നിൽക്കും. സിനിമകളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതിനാൽ തന്നെ കമൽഹാസൻ ഇന്ന് പറഞ്ഞതുപോലെ MT എന്ന ആ ശരീരം ഇല്ലെങ്കിലും MT ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്ന സാഹിത്യമുണ്ടല്ലോ, ആ സാഹിത്യം നമ്മോടൊപ്പവും നമുക്ക് ശേഷം വരുന്നവരോടൊപ്പം അനന്തകാലം നീണ്ടു നിൽക്കും. അതിനാൽ തന്നെ MTക്ക് വിട പറയാനാകില്ല. സാർ ക്ഷമിക്കണമെന്ന് കമൽഹാസൻ പറഞ്ഞത് ശരിയാണ്. MTക്ക് യാത്രാമൊഴിയേകാൻ നമുക്ക് സാധിക്കില്ല. ഷാനോസ്, സുബീഷ, ഞാൻ മനസ്സിലാക്കുന്നത്, സുബീഷിൻ്റെ വാചകങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാക്കുന്നത്, സാഹിത്യം നമ്മളിൽ ഏൽപ്പിക്കുന്ന ശക്തിയാണ്. അത് നമ്മളറിയാതെ നമ്മൾ കണ്ടെത്തുന്ന ഒന്നാണ് വായന. അത് വായന നമ്മളെ കൂടി കണ്ടെത്തും. അതായത് ചില എഴുത്തുകാരിൽ നമ്മളാകെ കുടുങ്ങിപ്പോകും. എൻ്റെ ഒരു വായനാനുഭവം, ചെറിയ പ്രായത്തിലാണ് നമ്മൾ സാഹിത്യം വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. അത് ഇതുപോലെ മലയാള മനോരമയോ മംഗളമോ ഒക്കെ വായിച്ച് തുടങ്ങുന്നതിൽ നിന്ന് പിന്നീടാണ് നമ്മൾ ഇത്തരം സാഹിത്യത്തിലേക്ക് കടക്കുന്നത്. M. മുകുന്ദൻ്റെ ഡൽഹിയൊക്കെ വായിച്ചതിന് ശേഷം അരവിന്ദൻ്റെ അസ്തിത്വ പ്രതിസന്ധി കാണുമ്പോൾ നമുക്ക് ഒരാഴ്ച കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷമുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് MDയെ വായിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം ഏറ്റവും അധികം ആ മരണശേഷമല്ല. സുബീഷ് ഈ ചർച്ചയിൽ ഈ കഥകൾ, അതിൻ്റെ കഥാപരിസരം വിശദീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഭയങ്കരമായൊരു സങ്കടമുണ്ട്. നമ്മൾക്കത് വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ സാഹിത്യ ലോകം എങ്ങനെയാണ് നമുക്ക് അപരിചിതമായി പോകുന്നുള്ളത്. എനിക്ക് തോന്നുന്നൊരു അഡിക്ഷനാണ്. നമ്മൾ ചില ആളുകളിൽ അഡിക്റ്റായി പോകും, ചില എഴുത്തുകാരിൽ, അവരുടെ സാഹിത്യ സൃഷ്ടികളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. എനിക്ക് അപരിചിതമായിരുന്നു MDയുടെ ലോകം. കാരണം വായിക്കുന്നുണ്ട്, MDയെക്കുറിച്ച് വായിക്കുന്നുണ്ട്, പക്ഷേ MDയെ വായിക്കുന്നില്ല. അത് ഈ നിമിഷവും ഇത് വളരെ വിശാലമായി ഇതിനെക്കുറിച്ച്, കഥകളെക്കുറിച്ച്, കഥാപരിസരത്തെക്കുറിച്ച്, കഥാപാത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ നിർഗളം ഇങ്ങനെ സുബീഷ് പറയുമ്പോൾ എനിക്കത് സങ്കടം ഇരട്ടിയാവുകയാണ്. എന്തുകൊണ്ട് വായിക്കാതെ പോയി? എങ്ങനെയാണത് വായിക്കാതിരുന്നത്? എത്ര ആലോചന പിടികിട്ടുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വായിക്കാതായി പോയതാവാം. ഈ ഭീമസേനൻ്റെ കഥ പറയുന്നു. അങ്ങനെ സുബീഷിൻ്റെ മനസ്സിൽ തട്ടി. അപ്പം ഞാൻ ചന്തുവിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. എങ്ങനെയാണ് പൊതുബോധ നിർമ്മിതിയെ മറികടന്നുകൊണ്ട് തൻ്റെ കഥാപാത്രങ്ങൾക്ക് വേറെ തരം നരേറ്റീവ് കൊടുക്കാൻ ഇതുവരെ ആരും പറയാത്തൊരു ശൈലിയിൽ നിന്ന് വേറെ ഒരു വഴി വെട്ടി, വ്യത്യസ്തമായൊരു വഴി തുറന്ന് കഥാപാത്രങ്ങളെ നിർമ്മിക്കുന്നു. ആ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു. ആ കഥാപാത്രങ്ങളെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ സുബീഷിന് ഭീമസേനപ്പുറത്തേക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന MDയുടെ കഥാപാത്രങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് പറയുമോ? ഇപ്പം നമ്മൾ ONV എന്നുള്ള കവിയെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാറുണ്ട്. പക്ഷേ ONV എന്ന ഗാനരചയിതാവിനെ കുറിച്ച് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ ലിറ്ററേച്ചർ എന്തോ അതിഗംഭീരമായ, ഇതിൻ്റെ എല്ലാം മീതെ നിൽക്കുന്ന കൂടുതൽ ശ്രേഷ്ഠമായ ഒന്നാണ്, സിനിമ ഇതിൻ്റെയൊക്കെ താഴെ നിൽക്കുന്ന ഒന്നാണ് എന്നൊരു അബദ്ധധാരണ, തെറ്റായിട്ടുള്ള ധാരണ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ സാമൂഹികമായ തലങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. MT എന്ന എഴുത്തുകാരനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കും. പക്ഷേ MT എന്ന ചലച്ചിത്ര സംവിധായകനെക്കുറിച്ച്, തിരക്കഥാകൃത്തിനെക്കുറിച്ച്,
കുറവേ നമ്മൾ സംസാരിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു MT അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ, ചെറുകഥകളിൽ ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ഈ കഥാപാത്രങ്ങളുടെ ആഴമേറിയ തീവ്രതയുണ്ടല്ലോ, അതിൻ്റെ ഒരു സൂക്ഷ്മാംശമുണ്ടല്ലോ, അതിനേക്കാൾ ഇരട്ടി സൂക്ഷ്മത MT തൻ്റെ തിരക്കഥകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ പഠിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ കാലത്തിലെ സേതുവിനെക്കുറിച്ചും നാലുകെട്ടിലെ അപ്പുണ്ണിയെക്കുറിച്ചും മഞ്ഞിലെ വിമലയെക്കുറിച്ചും ഒക്കെ മലയാള സാഹിത്യം സംസാരിക്കുന്ന അത്രയും സമയം നമ്മൾ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ കടവിലെ അമ്മ ഉപേക്ഷിച്ചു പോയ രാജു എന്ന ആ കുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന സത്യനാഥനെക്കുറിച്ചോ സതയത്തിലെ സത്യനാഥനെക്കുറിച്ചോ നമ്മൾ സംസാരിക്കാറില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പോൾ നോക്കൂ, ഈ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന സത്യനാഥൻ, സതയം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടല്ലോ, എത്രത്തോളം എന്തൊരു നെഞ്ചു പൊട്ടുന്ന അനുഭവമാണ് അത്. എന്നിട്ട് ഏറ്റവും അവസാനം ആദ്യം വധശിക്ഷ ആഗ്രഹിക്കുന്നു, പിന്നീട് വധശിക്ഷയിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ഇളവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന തലത്തിൽ ആണ് ആ മരണം എത്തിച്ചേരുന്നത്. പിന്നീട് സുഹൃതം, നമ്മൾ നേരത്തെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ് രവിശങ്കർ എന്ന് പറയുന്ന സുഹൃതത്തിലെ കഥാപാത്രം. അത് എനിക്ക് തോന്നുന്നു MT തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. കാരണം MTയുടെ ജീവിതത്തിലും നമ്മളിപ്പോൾ ഏത് രീതിയിൽ അസുഖം ബാധിച്ച MT ഇതുപോലെ ആശുപത്രിയിൽ കിടന്നുവോ അതുപോലൊരു ആശുപത്രിക്കാലം MTക്ക് ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. അന്ന് ഈ നാം അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ ഒരുപക്ഷെ MT മരിച്ചു പോയേക്കാം എന്ന് കരുതി നമ്മുടെ ഒരു അനിവാര്യതയോ നമ്മുടെ ഒരു ഗതികേടോ ക്രൂരതയോ ഒക്കെയാണല്ലോ നേരത്തെ ഈ സ്റ്റോറികളൊക്കെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അടക്കമുള്ളവരുടെ പക്കൽ നിന്നും എല്ലാ പത്രങ്ങളും അനുസ്മരണ കുറിപ്പുകൾ എഴുതി വാങ്ങിയിരുന്നു MTയെക്കുറിച്ചും. പക്ഷേ കാലത്തിൻ്റെ ഒരു വൈപരീത്യം അല്ലെങ്കിൽ വിചിത്രമായ തമാശ എന്ന നിലയിൽ അനുസ്മരണ കുറിപ്പുകൾ എഴുതി കൊടുത്ത പലരും മരിച്ചുപോയി. പുനത്തിൽ കുഞ്ഞബ്ദുള്ള അടക്കം പലരും മരിച്ചുപോയി. MT വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അന്ന് സംഭവിച്ചത്. പക്ഷേ അന്നത്തേതുപോലെ ഇപ്പോൾ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. രവിശങ്കർ ഇതുപോലെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം പത്രപ്രവർത്തകനാണ്, തിരിച്ച് ഓഫീസിലേക്ക് വരുന്നു. അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥാനത്ത് രവിശങ്കർ ഉറപ്പായും മരിച്ചു പോകുമെന്നാണ് എല്ലാവരും കരുതിയത്, ഭാര്യ പോലും കരുതിയത്. ഭാര്യ മറ്റൊരു പ്രണയത്തിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് ഭർത്താവ് മരിച്ചു പോകുമെന്ന് തന്നെ ഉറപ്പിച്ചു ഭാര്യ. പക്ഷേ രവിശങ്കർ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഓഫീസിലേക്ക് എത്തുമ്പോൾ മേശവലിപ്പ് തുറക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ താനിരുന്ന കസേരയിൽ മറ്റൊരാളാണ് ഇരിക്കുന്നത്. തൻ്റെ ആ ഒരു നെയിം സ്ലിപ്പ്, നെയിം ബോർഡ് അതൊക്കെ അവിടുന്ന് മാറ്റിയിരുന്നു. മേശവലിപ്പ് തുറക്കുമ്പോൾ കാണുന്നത് താൻ മരിച്ചാൽ കൊടുക്കേണ്ട വാർത്ത, അകാലത്തിൽ പൊലിഞ്ഞ മഹാപ്രതിഭ എന്നടക്കം ഉള്ള സബ് ടൈറ്റിലൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രത്യേക കുറിപ്പുകൾ എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഭാര്യയുടെ അടുത്ത് പോകുമ്പോൾ അവിടെയും വളരെ ക്രൂരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് രവിശങ്കർ പറയുന്ന ഒരു അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: മരണം ഉറപ്പായ ഒരു രോഗിയെയും ഇനി രക്ഷിക്കരുത് എന്ന് രവിശങ്കർ ഡോക്ടറോട് പറയുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോൾ ഇത് ലിറ്ററേച്ചറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാലത്തിലെ സേതുവിൻ്റെ മീതെ അല്ലെങ്കിൽ രണ്ടാമൂഴത്തിലെ ഭീമസേനൻ്റെ മീതെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് സുഹൃതത്തിൽ രവിശങ്കർ മാറുമായിരുന്നു. അല്ലെങ്കിൽ സതയത്തിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന സത്യനാഥൻ മാറുമായിരുന്നു. എന്തുകൊണ്ടോ അത് സിനിമയിലായി പോയതുകൊണ്ട് മാത്രം അത് ഗംഭീരമായില്ല എന്നല്ല, പക്ഷേ കാലത്തിലെ സേതുവിൻ്റെ മീതെ, അതല്ലെങ്കിൽ രണ്ടാമൂഴത്തിലെ ഭീമസേനൻ്റെ മീതെ, അല്ലെങ്കിൽ വിമലയിലെ മഞ്ഞിലെ വിമലയ്ക്ക് മീതെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷെ എന്നെ ഭീകരമായി ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് സുഹൃതത്തിലെ രവിശങ്കർ. അതുപോലെ തന്നെ സതയത്തിലെ സത്യനാഥൻ. കടവ് MTക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് കടവ്. കടവിൽ അമ്മ ഉപേക്ഷിച്ചു പോയ കൗമാരപ്രായക്കാരനായ രാജു എന്ന കുട്ടിയാണ്. ഏതാണ്ട് ആ കഥാപാത്രത്തിൻ്റെ പ്രായമുള്ളപ്പോഴാണ് ഈ കടവ് എന്നുള്ള സിനിമ ഞാൻ കാണുന്നത്. എൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ പുന്നിയൂർക്കുളത്തിനടുത്താണ്. വീട്ടിൽ കറണ്ടൊന്നുമില്ല. തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ പോയിട്ടാണ് അന്ന് ദൂരദർശനിൽ വൈകിട്ട് 4 മണിക്ക് ഞായറാഴ്ചകളിൽ മലയാള സിനിമ പ്രദർശിപ്പിക്കും. ഇടയിൽ പരസ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് MTയുടെ കടവ് എന്ന് പറയുന്ന സിനിമ ദൂരദർശൻ കാണിക്കുന്നത്. അവിടെ പോയിരുന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അന്ന് ഈ രാജുവിൻ്റെ അതേ പ്രായമാണ് എനിക്കും. രാജുവിനെ അമ്മ ഉപേക്ഷിച്ച് പോവുകയാണ്. രാജുവിന് ആരുമില്ല. അങ്ങനെ അതൊരു പഴയ ഒരു ഗ്രാമം, വലിയ വികസിതമൊന്നുമല്ല. ഒരു ചായക്കട, ഒരു കടത്തു തോണി ഒക്കെയുള്ളൂ.
അപ്പുറത്തേക്ക് പോകാൻ ഈ കടത്തു തോണി മാത്രമാണ് ആശ്രയം. അപ്പോൾ ബീരാനിക്കയാണ് കടത്തുകാരൻ. ബീരാനിക്ക പറയുകയാണ് എൻ്റെ കൂടെ പോന്നോളൂ എന്ന് രാജുവിനോട്. രാജു അങ്ങനെ ബീരാനിക്കയുടെ സഹായിയായിട്ട് ഈ കടത്തു തോണിയിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. അങ്ങോട്ട് ആൾക്കാരെ കടത്തും, ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് കോഴിക്കോട്ടേക്കുള്ള മടക്കയാത്രയിൽ ഉള്ള ഒരു പെൺകുട്ടി ഈ കടത്തിൽ രാജുവിനൊപ്പം കൂടുന്നു. അങ്ങനെ രാജുവുമായിട്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്നു. അപ്പോൾ രാജുവിനോട് ഈ പെൺകുട്ടി എൻ്റെ നാട്ടിലേക്ക് പോരൂ, കോഴിക്കോട്ടേക്ക് പോരൂ. അപ്പോൾ രാജുവിൻ്റെ വിചാരം അമ്മ കോഴിക്കോട് നഗരത്തിലുണ്ടെന്നാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയെയും കാണാമല്ലോ. അമ്മയെ കാണാനുള്ള അടക്കാനാകാത്ത ആഗ്രഹം രാജുവിൻ്റെ മനസ്സിലിങ്ങനെ വരുന്നു. അപ്പോൾ രാജു പോകുന്നില്ല, കാരണം ബീരാനിക്ക ഒറ്റയ്ക്കാണല്ലോ. ബീരാനിക്കയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് രാജു പോകുന്നില്ല. പക്ഷെ പിന്നീട് പെൺകുട്ടി ഒറ്റയ്ക്ക് മടങ്ങിപ്പോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടേത് എന്ന് കരുതുന്ന ഒരു ആഭരണം രാജുവിൻ്റെ കയ്യിൽ. രാജു അപ്പോഴാണ് അത് കാണുന്നത്. അയ്യോ, അത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ എന്ന് കരുതിയിട്ട് രാജു ഒറ്റയ്ക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് കുറേ അലയുന്നു ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടിയെ രാജു കണ്ടെത്തുന്നു. പക്ഷേ അപ്പോഴേക്കും അവളാകെ മാറിപ്പോയിരുന്നു. അവൾ എൻ്റെ അല്ല ഈ ആഭരണം എന്ന് പറയുന്നു. രാജുവിനെ അവൾ ഒട്ടും പരിചയമില്ലാത്ത രീതിയിൽ അവൾ സംസാരിക്കുന്നു. ആരാണ് എന്ന് രാജുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവസാനം അത് ആ നഗരം അവനെ ഉപേക്ഷിക്കുകയാണ്. അവൻ്റെ അമ്മ എങ്ങനെയാണോ അവനെ ഉപേക്ഷിച്ചത് അതുപോലെ തന്നെ ഒരു ആ നഗരവും നഗരം ഗ്രാമം എന്നുള്ളൊരു ദ്വന്ദ്വമാണ് അവിടെ വരുന്നത്. ഏകനായിട്ട് ആരുമില്ലാതെ തൻ്റെ കടത്തു തോണിയിലേക്ക് രാജു തിരിച്ചു വരുമ്പോഴാണ് ആ സിനിമ അവസാനിക്കുന്നത്. MTക്ക് ഏറ്റവും ആദ്യത്തെ ദേശീയ പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്നത് കടവാണ്. ആ സിനിമ കണ്ട ദിവസം ഷാനോസെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു സങ്കടമാണല്ലോ ഈ നിരാശ്രയത്വം എന്ന് പറയുന്നത്. ഏത് നിമിഷവും നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയേക്കാം, ഉപേക്ഷിക്കപ്പെട്ടു പോയേക്കാം. ഈ വ്യഥ ഒരു മനുഷ്യൻ മരണം വരെ കൊണ്ടുകിടക്കുന്ന ഒന്നല്ലേ. കുട്ടിക്കാലത്ത് മാത്രമല്ല, പ്രായമായാലും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടേക്കാം, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടേക്കാം, ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ടേക്കാം. ഇത് എല്ലാ കാലത്തും ജീവിക്കുന്ന ഏത് മനുഷ്യൻ്റെയും സങ്കടമാണ്. ഒരു പുരുഷൻ്റെ സങ്കടമാണ്, ഒരു സ്ത്രീയുടെ സങ്കടമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് ഒരു കാലത്തിൻ്റെ മാത്രം സിനിമയാവുക? ഇന്നും നമ്മൾ കടവ് കാണും അല്ലേ? ഇന്നും നമ്മൾ ചതിയൻ ചന്തുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആളാണ് MT അല്ലേ? ചതിയനാണ് ചന്തു എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പാഠങ്ങൾക്കപ്പുറത്ത് ഈ ചതിയൻ ചന്തുവിനെ ഇത്രയും ആഴത്തിൽ പ്രണയിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ MT ആണ്, മലയാളത്തിൻ്റെ MT ആണ്. അതുകൊണ്ട് MTയുടെ ലിറ്ററേച്ചർ, സാഹിത്യം എന്താണോ അതിനേക്കാൾ ഒരു പടി മീതെയാണ് MTയുടെ സിനിമയും. എന്നെ ഏറ്റവും ഭീകരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷെ എഴുത്തിൽ ഭീമസേനനായിരിക്കാം, അല്ലെങ്കിൽ സേതുവായിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞിലെ വിമലയായിരിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സിനിമയിൽ ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മളെ ഭീകരമായിട്ട് വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ജോൺസൺ മാഷ്ടൊക്കെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇന്നും നമ്മൾ വായിക്കാൻ നമ്മെ തോന്നിപ്പിക്കുന്ന പുസ്തകങ്ങൾ MTയുടേതാണ് എന്ന് പറയുന്ന പോലെ, പലപ്പോഴും ഏകാന്തമായ രാത്രികളിൽ നമ്മളിപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളും ഒരുപക്ഷെ MTയുടേതായിരിക്കാം. അതിൽ ഈ പറഞ്ഞ സിനിമകൾ മാത്രമല്ല, അതിൽ വൈശാലി ഉണ്ടാകും, അതിൽ അമൃതം ഗമയ ഉണ്ടായിരിക്കും, അതിൽ പഞ്ചാഗ്നി ഉണ്ടായിരിക്കും, അതിൽ നഗക്ഷതങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഒരു ചെറുപുഞ്ചിരി അടക്കമുള്ള ഒരുപാട് മനോഹരമായ സിനിമകൾ ഉണ്ടായിരിക്കും. MT എഴുത്തിലൂടെ മാത്രമല്ല, ഈ പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, സിനിമയിലൂടെയും കാലത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ശേഷം വരുന്ന തലമുറകൾക്കൊപ്പം നാം പോയാലും MT യാത്ര തുടരും. സുബീഷ് ഇത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ നാടുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ്. നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, യുവകവിയാണ്, നന്നായിട്ട് കവിത എഴുതും, അകാലത്തിൽ മരിച്ചുപോയി. ആ മരിക്കുന്ന സമയത്താണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ കവിതകളെല്ലാം കൂടെ ചേർത്തൊരു പുസ്തകം ഉണ്ടാക്കണം. ആ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതിനെ പറ്റിയൊരു വാചകം തിരയുകയാണ്. എങ്ങനെയാണ് മരിച്ചവരെ നമ്മൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് മാർക്കസ് ടുലിയസ് സിസറോയുടെ ഒരു വാചകം മനസ്സിലെടുക്കുന്നത്. മരിച്ചവരുടെ ജീവിതം ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മകളിലാണ്. എനിക്ക് ആ വാക്കിൻ്റെ ഗൗരവം പിന്നീട് എഴുത്തുകാരുടെ മരണം വരുമ്പോഴൊക്കെ എന്നെ ഉറപ്പിക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ മരിച്ചാൽ മരിച്ചു, അതേ ഉള്ളൂ, നമ്മളെ നാളെ ആരും ഓർക്കണമെന്നില്ല. പക്ഷെ ഒരു എഴുത്തുകാരൻ മരിച്ചാലും അയാൾ ആ അക്ഷരങ്ങളുള്ള കാലത്തോളം, ഈ ഭൂമിയിൽ എഴുത്തും വായനയുമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം അവർക്കങ്ങനെ മരണമില്ല. ഒരു ശരീരം കടന്നു പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ, മറിച്ച് അതിങ്ങനെ നിലനിൽക്കും.
ഈ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഇന്നലെ മുതൽ ഈ കഴിഞ്ഞ നിമിഷം വരെ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ റീലുകളാണ്. കാരണം പുതിയ തലമുറയെ നമ്മൾ സാഹിത്യാഭിരുചിയുള്ളവരല്ല എന്ന് പറയുമ്പോൾ പോലും MD അടക്കമുള്ള മുതിർന്ന സാഹിത്യകാരന്മാരെ സ്നേഹിക്കുന്നൊരു തലമുറ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെന്നുള്ളത് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഒരുപാട് റീലുകൾ MDയുടെ വാചകങ്ങൾ ഒക്കെ ചേർത്ത് വരുന്നുണ്ട്. അപ്പോൾ MD എന്ന് പറയുന്ന ഈ സാഹിത്യത്തിൻ്റെ കുലപതിയായ ഒരു മനുഷ്യൻ പെട്ടെന്ന് അസ്തമിച്ച് പോകില്ല. കാരണം കാലങ്ങളോളം മലയാളമുള്ള കാലത്തോളം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷ. കാരണം അതിനുള്ളതൊക്കെയും അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും MD, ഏതൊക്കെയായിരിക്കും സിനിമകളാണോ അതോ സാഹിത്യമാണോ വരും കാലങ്ങളിൽ MDയെ എൻ്റെ ചിന്ത പോലെ, ഞാനിപ്പോൾ ചിന്തിച്ചതുപോലെ എന്തായിരിക്കും സുബീഷിന് തോന്നുന്നത്? എങ്ങനെയായിരിക്കും MD വരും കാലങ്ങളിൽ ഓർമ്മിക്കപ്പെടുക ശരിക്കും? അല്ല, എനിക്ക് തോന്നുന്നു സിനിമയും നിൽക്കുന്നതാണ്, MT അവശേഷിപ്പിച്ചു പോകുന്ന സാഹിത്യവും നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള വ്യഥ, അതിന് കാലമില്ലല്ലോ. അവൻ ഇപ്പോൾ നേരത്തെ ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച കടവിലെ രാജു അനുഭവിച്ച ഭീകരമായ ഏകാന്തത, നിരാശ്രയത്വം, അനാഥത്വം, അത് എല്ലാ കാലത്തെയും പ്രശ്നമാണല്ലോ. പുതിയ കാലത്തും കുട്ടികൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്, കുട്ടികളത് അഭിമുഖീകരിക്കുന്നുണ്ട്. അന്നത്തേതുപോലെ ഒരു പുഴയും ഒരു കടത്തുതോണിയും ഇന്നില്ലായിരിക്കാം, പശ്ചാത്തലം മാറിയിരിക്കാം, ഇന്ന് ഗ്രാമങ്ങൾ മാറിയിരിക്കാം. പക്ഷേ അന്നത്തേതിനേക്കാൾ കൂടുതൽ ഭീകരമായ ഒരു ഏകാന്തതയിലേക്കും വ്യഥയിലേക്കും ഇന്നത്തെ കുട്ടികളും വലിയവരുമൊക്കെ തള്ളപ്പെടുന്നുണ്ട്, ആന്തരികമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ. അതിനാൽ തന്നെ മനുഷ്യൻ്റെ ദുഃഖത്തെക്കുറിച്ച് ആണ് MT ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ മറ്റു കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാലും MTയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് MT നിത്യേന കണ്ടുമുട്ടുന്ന ആളുകളാണ്. MT ഇപ്പോൾ വലിയ മാർക്കേഴ്സ് എഴുതിയതുപോലുള്ള ഒരു വിശാല ഭൂമികയൊന്നുമല്ല MTയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. മലയാളത്തിൽ തന്നെ ഇപ്പോൾ NS മാധവൻ്റെ ഒരു കഥാപരിസരമോ അനുഭവ പ്രപഞ്ചമോ ഒന്നുമല്ല MTക്കുള്ളത്. MTയെ എനിക്ക് 8ാം ക്ലാസ്സിൽ വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? എൻ്റെ ഗ്രാമത്തിലും ഒരുപക്ഷെ എൻ്റെ വീടിനകത്തും അത്തരം കഥാപാത്രങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെ ഏതൊരു സാധാരണക്കാരനും ഒരു കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ കഥയിലേക്ക്, നോവലിലേക്ക് പ്ലേസ് ചെയ്തു എന്നുകൊണ്ടാണ് MTയെ ഒരു 8ാം ക്ലാസ്സുകാരന് വായിച്ച് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഗോവർദ്ധനൻ്റെ യാത്രകൾ അല്ലെങ്കിൽ വ്യാസനും വിഘ്നേശ്വരനും അല്ലെങ്കിൽ 100 Years of Solitude ഒരു 8ാം ക്ലാസ്സുകാരനോ 10ാം ക്ലാസ്സുകാരനോ വായിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം അത് കുറേ കൂടി സങ്കീർണമാണ്. അതിൻ്റെ ഒരു അനുഭവ കഥാപ്രപഞ്ചവും ജീവിത പശ്ചാത്തലവും വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ MT എപ്പോഴും പറയാറുള്ളത്, അറിയാത്ത മഹാസമുദ്രങ്ങൾ തേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളയെക്കുറിച്ച് എഴുതാനാണ് എന്നാണ്. MT ആ പുഴയെക്കുറിച്ചാണ് എപ്പോഴും എഴുതാറുള്ളത്. ഇപ്പോൾ MTയുടെ നാട്ടിലെ കൊടിക്കുന്നത്തുകാവ് ഭഗവതി ഉണ്ട്. അപ്പോൾ MT എപ്പോഴും പറയുന്നത് ദൈവമില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, പ്രപഞ്ചത്തിന് ഒരു ദൈവമില്ല, പക്ഷേ കൊടിക്കുന്നത്ത് ഭഗവതി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല, ആ കൊടിക്കുന്നത്ത് ഭഗവതിയെ ദൈവം കാണുന്ന MT കാണുന്ന ഒരു ദൈവമായിട്ടല്ല, കൊടിക്കുന്നത്ത് ഭഗവതിയെ തൻ്റെ നാടിൻ്റെ ഒരാളായിട്ടാണ് MT കാണുന്നത്. തൻ്റെ നാട്ടുകാരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് MT കാണുന്നത്. അതുകൊണ്ടാണ് MT പറയുന്നത് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, ഞാൻ വിശ്വസിച്ചേക്കാം, പക്ഷേ കൊടിക്കുന്നത്ത് ഭഗവതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരുടെ ആലംബമാണ് കൊടിക്കുന്നത്ത് ഭഗവതി. ആ കൊടിക്കുന്നത്ത് ഭഗവതിയും MTക്ക് കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ഏറ്റവും അടുത്തുള്ള അമ്മാവൻ, അമ്മ, അച്ഛൻ, ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾ, ഓപ്പോൾ, ഇവരൊക്കെയാണ് MTയുടെ കഥാപാത്രങ്ങൾ. അതിനാൽ തന്നെ ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപ്രപഞ്ചമാണ് MTയുടേത്, കഥാപശ്ചാത്തലമാണ് MTയുടേത്. അതിനാൽ തന്നെ ഇനിയുള്ള വരും കാലങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിച്ചിട്ടുള്ള സങ്കീർണമായ ജീവിത വ്യഥകളിലൂടെ കടന്നുപോയിട്ടുള്ള കൃതികളാണ് എല്ലാ കഥാപാത്രങ്ങളും. MT സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ് എന്നതിനാൽ തന്നെ ഏത് കാലത്തിലും വായിക്കപ്പെടാവുന്ന കൃതികളാണ് MTയുടേത്. ഇപ്പോൾ വിലാസിനിയുടെ അവകാശികൾ എന്ന് പറയുന്ന നോവൽ 4 വോള്യമാണ്, 4000-ലധികം പേജുണ്ട്.
ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത് കുത്തിയിരുന്ന് വായിച്ച് അവസാനിപ്പിച്ച പുസ്തകമാണ്. പക്ഷേ ഇന്ന് എനിക്കത് വായിക്കാൻ തോന്നുന്നില്ല. ഇന്ന് എനിക്കത് വായിക്കാനുള്ളൊരു അദമ്യമായ ആഗ്രഹമില്ല. കാരണം നമ്മൾ വായിച്ചതിൻ്റെ അപ്പുറത്ത് ഒരു ഫീൽ ഉണ്ടാക്കാൻ എനിക്ക് അവകാശികൾ എനിക്കത് നൽകിയിട്ടില്ല. അത് പറയുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആനന്ദിൻ്റെ പുസ്തകങ്ങൾ ഇന്നും അതെനിക്ക് നൽകുന്നുണ്ട്. MTയുടെ പുസ്തകങ്ങൾ ഇന്നും എനിക്കത് നൽകുന്നുണ്ട്. ഇപ്പോൾ 3 മാസം മുമ്പ് ഒരു ദിവസം ഇതുപോലെ ഏകാന്തമായ വിഷാദഭരിതമായ ഒരു രാത്രിയിൽ എനിക്ക് മഞ്ഞ് വായിക്കാൻ തോന്നി. മുറിക്കകത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ പരതി, പക്ഷെ മഞ്ഞ് മാത്രം കാണാനില്ല, മഞ്ഞ് കിട്ടിയില്ല. എന്നിട്ട് പിറ്റേന്ന് സ്റ്റാച്യു ജംഗ്ഷനിൽ പോയി മാതൃഭൂമി ബുക്സിൽ പോയിട്ട് മഞ്ഞ് വായിച്ചിട്ട് അന്ന് രാത്രി കുത്തിയിരുന്ന് വായിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. മഞ്ഞ് ഇന്നും ഞാൻ വായിക്കുന്നുണ്ട്. കാരണം അത് പൈങ്കിളിയാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അത് വായിക്കുമ്പോൾ എനിക്ക് വിമലയാകാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഏതോ ഒരു തടാകക്കരയിൽ പോയിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർക്കാനും അവർ വീണ്ടും വരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് വിദൂരമായ ഒരു കാത്തിരിപ്പിലേക്ക് എൻ്റെ മനസ്സിനെ പറത്തിവിടാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് മഞ്ഞ് മാത്രമല്ല, മറ്റെല്ലാ കൃതികളും കാലത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഒപ്പമുണ്ടാകും. നമ്മൾ പോയാലും അതിവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ സുബീഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ സുബീഷ് കാണാതെ എൻ്റെ ഫോണിൽ ഗാലറി തുറന്ന് ഞാൻ ഇന്നലെ സേവ് ചെയ്ത് വെച്ച ഒരു കാർഡാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയോ ഒരു മരുപ്പച്ചയുണ്ട്, എത്തുമെന്ന് ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്, അത് തുടർന്നു കൊണ്ടേയിരിക്കണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് നമ്മൾ ആശ്രയമറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആകത്തുകയാണ് സുബീഷ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫോണിൽ നിന്ന് തപ്പിയെടുത്തത്. പിന്നെ സുബീഷ്, എനിക്കിതിനൊപ്പം സുബീഷ് പറയാനുണ്ടോ? ഇല്ല. എനിക്കിതിനൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്നത് MD പുലർത്തി പോകുന്നൊരു രാഷ്ട്രീയം കൂടിയാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു നവോത്ഥാന കാലത്തിന് ശേഷമുള്ള ഈ കേരളത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച പല വർഗീയ ശക്തികളോടും ഒട്ടുമേ ചേർന്ന് നിൽക്കാതെ അങ്ങേയറ്റം വിമതസ്വരം ഉയർത്തിയ, നിശബ്ദത കൊണ്ട് പോലും എല്ലാ സമയത്തും വാർത്താ സമ്മേളനം നടത്തിയിട്ടോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടോ അങ്ങനെയല്ല, നിശബ്ദത കൊണ്ട് പോലും പലപ്പോഴും പ്രതിരോധം തീർത്ത ഒരു MDയെ നമുക്ക് പല കാലങ്ങളിലും കാണാൻ കഴിയും. അതായത് കേരളത്തെ ആഗ്രസിച്ച തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ, വർഗീയവാദത്തെ, അത് ഏതു തരത്തിലുള്ള വർഗീയവാദത്തെയും തൻ്റെ വീട്ടിലേക്ക് കടത്തുക എന്ന് മാത്രമല്ല, ആ വഴിവക്കിൽ പോലും നിർത്തുന്ന കാര്യം MD ആലോചിച്ചിട്ടില്ല. കാരണം അത് കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ട കുറിപ്പിനകത്ത് അത് പറയുന്നുണ്ട്. കാരണം ഞാനത് ഓർത്തെടുക്കാൻ കാര്യം, ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് 1-2 ആളുകളുടെ ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സോഷ്യൽ മീഡിയ ഈ വിഷയങ്ങളൊക്കെ വമിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ അവിടെ പോലും തള്ളിക്കളയുന്ന വണ്ണമുള്ള ചില കുറിപ്പുകൾ കാണാനായി. MDയുടെ ഈ പറയുന്ന 4 കെട്ട് അകത്തളം പോലെയുള്ള സവർണ മാടമ്പി ഫ്യൂഡൽ എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് പോലും അത് എഴുന്നള്ളിക്കുന്ന ചില മനുഷ്യന്മാർ. പിന്നെ അനാചാരങ്ങളോട് MD കലഹിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ചില മനുഷ്യർ, അതായത് 2 അതിരിൽ നിൽക്കുന്ന വർഗീയവാദികൾ പെട്ടെന്ന് ഈ 4 കെട്ട് മച്ച് എന്നൊക്കെ പറയുമ്പോഴും അതിനകത്തെ ഇരുട്ടിനെ അനാവരണം ചെയ്യാൻ അതെ, അത് ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് നിലനിന്നിരുന്ന രീതിശാസ്ത്രങ്ങളോട് കലഹിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെ അനാചാരങ്ങളോട് കലഹിക്കുന്ന ഒരു MDയെ ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് കഴിയുന്നില്ല. ഈ സവർണ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് അത്തരത്തിൽ ഇതൊന്നും ശരിക്കും പറഞ്ഞ ആ രൂപത്തിലല്ലല്ലോ. കഥകൾ വായിച്ച് ഞാൻ ഇത്ര നേരം സുബീഷിനെ കേട്ടിരുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അങ്ങനെയല്ല. കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ മണ്ഡലത്തെ പരിക്കേൽക്കാതെ നിലനിർത്തിയതിൽ MDയെ പോലെ അധികായനായ ഒരു സാഹിത്യകാരന് വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പോസ്റ്റ് വായിച്ച് താഴേക്ക് വരുമ്പോഴത്തേക്ക് അവസാനത്തിന് തൊട്ട് മുമ്പത്തെ ഖണ്ഡികയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് വായിച്ചു പ്രകാശ് കാരാട്ട്, പാലക്കാടുകാരൻ കൂടിയായ പ്രകാശ് കാരാട്ടിൻ്റെ അനുസ്മരണ കുറിപ്പ് വായിച്ചു. അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നിരവധിയായ സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ കാണുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ സംഘപരിവാരത്തോട് അകന്നു നിൽക്കാൻ MD കാണിച്ച ജാഗ്രത, അല്ലെങ്കിൽ മറ്റ് വർഗീയതയോട് തൻ്റെ അടുത്തേക്ക് വരാതെ അകറ്റി നിർത്താൻ MD കാണിച്ച ജാഗ്രത എന്ന് പറയുന്നത് കേരളത്തോട് അദ്ദേഹം ചെയ്ത ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കൂടിയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം MD അങ്ങനെ കൂടി ഓർമ്മിക്കപ്പെടണം. ഒരു സാഹിത്യകാരൻ, ഒരു തിരക്കഥാകൃത്ത്, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ സർവ്വ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച പുരസ്കാരങ്ങളുടെ പട്ടിക എണ്ണിയാലൊടുങ്ങാത്ത പട്ടികകൾ
ലഭിച്ച ഒരാളെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ തനത് രാഷ്ട്രീയത്തെ നിലനിർത്താൻ വേണ്ടി വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ തൻ്റെ എഴുത്തിനെയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ നിശബ്ദത കൊണ്ട് പോലും ജാഗ്രത തീർത്ത ഒരു മഹാനായ ഒരു രാഷ്ട്രീയക്കാരനെ കൂടി, അതായത് പൊതുരംഗത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, തൻ്റെ വീക്ഷണങ്ങൾ കൃത്യമായി പറയേണ്ട സമയങ്ങളിൽ പറയുകയും ചില സമയങ്ങളിൽ പൂർണ്ണമായി നിശബ്ദത പാലിച്ചുകൊണ്ടും ചില കാര്യങ്ങളോട് പ്രതികരിക്കാതിരുന്നു കൊണ്ടും ആ രാഷ്ട്രീയ നിലപാട് എം ഡി പല ആവർത്തി കേരളത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ്. അത് അക്കാര്യത്തിൽ തനിക്കൊരു പൂർണ്ണമായ സംരക്ഷണം കിട്ടും എന്നുറപ്പില്ലാതെയും അങ്ങനെ ഇന്നിപ്പോൾ എം ടി പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ എം ടി മരിക്കുന്നതിന് മുമ്പ് കേട്ടോ പറയുകയാണെങ്കിൽ എം ടിയെ സംരക്ഷിക്കാനും എം ടിയെ പിന്തുണയ്ക്കാനും നൂറായിരം പേർ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തും എം ടി അതിനുള്ള തൻ്റെടവും ധീരതയും കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഷാനോസെ. കാരണം മലയാള സിനിമയിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഭഗവതിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന വെളിച്ചപ്പാടിനെ സൃഷ്ടിക്കാൻ ഒരേയൊരു എം ടിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുൻപോ അല്ലെങ്കിൽ അതിന് പിൻപോ അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ മറ്റാരും ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്, കാരണം ഈ ഒരു കാലത്ത്, ഈ ഹിന്ദുത്വ വർഗീയവാദത്തിന്റെ കാലത്ത് ആളുകൾ എപ്പോഴും സ്പെസിഫിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് നിർമാല്യം, അതിന്റെ കഥാപരിസരം. ഇന്നാണ് നിർമാല്യം പുറത്തു വരുന്നതെങ്കിൽ ഒരുപക്ഷെ എം ടിയും ആക്രമിക്കപ്പെട്ടേനെ. അത്രയും ഭീകരമാണ് രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്തും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ഒരു സിനിമ പുറത്തിറക്കാൻ, അത് എഴുതാൻ, അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ തൻ്റെടവും ധൈര്യവും കാണിച്ച ചങ്കൂറ്റമുള്ള എഴുത്തുകാരനും ചലച്ചിത്ര തിരക്കഥാകൃത്തുമായിരുന്നു എം ടി എന്ന് പറയാൻ നമുക്കൊരു മടിയുമില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എം ടി മരിക്കുന്നില്ല, അല്ലേ? കമലഹാസൻ പറഞ്ഞതുപോലെ എം ടിയുടെ സാഹിത്യത്തിലൂടെ, എം ടിയുടെ സിനിമകളിലൂടെ നമുക്കൊപ്പവും നമുക്ക് ശേഷവും ഇവിടെ തന്നെ ഉണ്ടാകും. അതിനാൽ എം ടിക്ക് വിട പറയാൻ നമ്മൾ ആളല്ല, നമുക്കതിന് ആവുകയുമില്ല.